ഹലോ ഡിയർ സ്റ്റുഡൻസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷത്തെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളവർ ആദ്യം ചെയ്യേണ്ട കാര്യം യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു അഡ്മിഷൻ ഫീ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഒരു അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളവർക്ക് അതിന് തൊട്ട് താഴെയായിട്ട് ഈ ഒരു അഡ്മിഷൻ ഫീസ് അടക്കാനുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇന്നലെ തന്നെ നമുക്കിത് അടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഫീസ് അടക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് 12/6/2024 ഓക്കെ. അപ്പോൾ ഇതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ആദ്യം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ്. 12-ാം തീയതി ഈ ഒരു ഫീസ് അടക്കാനുള്ള ഡേറ്റ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന ദിവസം 14-ാം തീയതിയാണ്. നിലവിൽ ഫസ്റ്റ് ഓപ്ഷൻസ് കിട്ടാത്തവരൊക്കെ ഉണ്ടാവും. താഴ്ന്ന ഏതെങ്കിലും ഓപ്ഷൻസ് കിട്ടിയവർക്കൊക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ കോളേജുകളൊന്നും കിട്ടിയിട്ടില്ലാത്തവർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടെ നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലായിരിക്കും ഏതെങ്കിലും കോളേജുകൾ അവൈലബിൾ ആവുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളവർ ഇതേപോലെ തന്നെ അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓൺലൈനായിട്ട് തന്നെ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുക. 14-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 15-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ഇനി ഈ 2 അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ +1 നമ്മൾ ആദ്യം 1-ാമത്തെ അലോട്ട്മെൻറ്റ് വരും. അതിനുശേഷം നമ്മൾ പോയിട്ട് അഡ്മിഷൻ എടുക്കും. പിന്നെ 2-ാമത്തെ അലോട്ട്മെൻറ്റ് വരും. അങ്ങനെയുള്ളൊരു രീതിയാണ്. ഇവിടെ നേരെ തിരിച്ച് ആദ്യത്തെ 2 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ BSc BCA കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളവർ 20/6/2024 21-ാം തീയതിയുമായിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ ഈ 2 ഡേറ്റുകളിലുള്ളിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി BCom കോഴ്സുകളിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ 22/6/2024 24/6/2024 ഇടയ്ക്കുള്ള ദിവസങ്ങളിലായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി BA ലാംഗ്വേജസ് കോഴ്സുകളാണെങ്കിൽ 25/6/2024 26/6/2024 ഈ 2 ദിവസങ്ങളിലായിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി BA നോൺ ലാംഗ്വേജസ് BSW കോഴ്സുകളാണെങ്കിൽ 27/6/2024 മുതൽ 29/6/2024 ഈ 2 ദിവസങ്ങളിലായിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളവർ അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഡിഗ്രി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1-ാം തീയതി മുതലായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ അപ്ലൈ ചെയ്യാൻ സാധിക്കാതിരുന്നവർക്കൊക്കെ അതിനുശേഷം ക്ലാസ് തുടങ്ങിയതിന് ശേഷം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പുതിയ ആപ്ലിക്കേഷൻസ് നൽകാവുന്നതാണ്. ഇങ്ങനെ പുതിയ ആപ്ലിക്കേഷൻസ് നൽകിയവർക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 8/7/2024 തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരും ഈ ഒരു പേയ്മെൻറ്റ് ഓഫ് അഡ്മിഷൻ ഫീ ചെയ്യേണ്ടതുണ്ട്. 9/7/2024 മുതൽ 11/7 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നവർ അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ടത്. അതിനുശേഷം SC ST PWBD കാറ്റഗറി വരുന്ന കുട്ടികൾക്ക് ഫ്രഷ് ആപ്ലിക്കേഷൻസ് നൽകാവുന്നതാണ്. 12/7/2024 മുതൽ 14/7/2024 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ഇവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിലേക്കുള്ള അലോട്ട്മെൻറ്റ് വരുന്നത് 15-ാം തീയതി ആയിരിക്കും. അഡ്മിഷൻ സമയത്ത് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.